വീടിനടുത്താണെങ്കിലോ എന്നും ഞെരുങ്ങുന്ന ശബ്ദം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ഒരു കോഴിയെ കൊല്ലാൻ പിടിച്ചിരിക്കുന്നു. മനസ്സിനൊരു തൃപ്തിയായി ഉച്ചയ്ക്ക് ചിക്കൻ കറി കൂട്ടാം. അപ്പോഴാണ് അമ്മ എനിക്ക് ചെറിയൊരു പണി തന്നത്. തേങ്ങ ചിരകാൻ പറഞ്ഞു. ആ സമയത്ത് വീടിനടുത്തുള്ള കടയിൽ തീ പിടിച്ചു. ആകെ ബഹളം. അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തിയിരുന്നു. ഈ ആൾക്കൂട്ടം ഒക്കെ കണ്ടപ്പോൾ എന്റെ വീട്ടിലെ നായ വെറുതെ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിലും എന്റെ കുരയ്ക്കൽ തീരെ ഇഷ്ടമായില്ല. ഞാൻ ഒരു കല്ലെടുത്ത് ഒരു വീക്ക കൊടുത്തു. ഇവന്റെ ഈ കരച്ചിൽ കേട്ട് കണ്ടമൂച്ച് ഇവനെ കളിയാക്കാൻ തുടങ്ങി. അച്ഛൻപൂച്ച കളിയാക്കുന്ന കണ്ട് കുട്ടിപ്പൂച്ചയ്ക്ക് പട്ടിയോട് എന്തോ ദേഷ്യമുണ്ട്. അവരും തുടങ്ങി. ഇതൊക്കെ കേട്ട് അകത്തോട്ട് വന്നപ്പോൾ മേമേരെ ഉണ്ണി തൊട്ടിലേക്ക് കിടന്ന് കരയാ. കുറച്ചുനേരം ടി വി കാണാമെന്ന് കരുതി ടി വി ഓണാക്കിയപ്പോൾ കലോത്സവത്തിന്റെ ലൈവ് മിമിക്രി ആയിരുന്നു. മനസ്സസിന് വന്ദനം. ആദ്യമായി മഴയിൽ കൂടെ പോകുന്ന കുതിരക്കുളമ്പടി. അടുത്ത ഉത്സവപ്പറമ്പിൽ കാണുന്ന വെടിക്കെട്ടിന് ശബ്ദം. അടുത്ത എക്സോബ്ലോഡ് വെച്ച് പൈപ്പ് മുറിക്കുന്ന ശബ്ദം. അടുത്ത ലവ് ബേർഡ്സിന്റെ ശബ്ദം. രണ്ട് കണ്ടമൂച്ചകൾ തമ്മിൽ കടികൂടുന്ന ശബ്ദത്തോടു കൂടി ഞാൻ ഇത് മിമിക്രി അവസാനിപ്പിക്കുന്നു. അമ്മ ശരിക്കും കോഴിനെ കൊല്ലാൻ പിടിച്ചാ